അപ്പോൾ ഗായ്സ് നമ്മുടെ എന്താ പ്രാങ്ക് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അതാ വരുന്നു. അപ്പോൾ ഞാൻ പ്രാങ്ക് ചെയ്ത ആള് ഇതിൻ്റെ തൊട്ടടുത്തിരുന്ന് തിന്നുന്നുണ്ട് ഗായ്സ്. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഞാൻ അവിടെ പോയിട്ട് നല്ല രീതിക്ക് കുത്തർന്ന മയണൈസ് കഴിച്ച് തിന്നാൻ വിചാരിച്ചു. ഇപ്പൊ നോക്കി വീട്ടിൽ കൂടെ നിക്കണേ. ഞാൻ പ്രാങ്ക് ചെയ്തതാണ്. എങ്ങനെയുണ്ട് ഞാൻ മാറ്റി ഒരുങ്ങി കണ്ടോ പുറത്ത് ഇതാക്കി നോക്കിയാ എന്തൊരു പൊട്ടിയ സോഫ. സത്യം പുട്ടിയൊന്നുമല്ലത്, പൗഡറാണ് പൗഡർ. അല്ല എന്റെ ലിപ്സ്റ്റിക് അത് റിട്ട് ലിപ്സ്റ്റിക് അല്ല, സത്യം ഇതിന്റെ എന്താ ബ്ലൂ ഹാൻഡ് ആണ്. സത്യം ബ്ലൂ ഹാൻഡ് വെച്ചിട്ടോക്ക് ഇല്ലാണ്ട് ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ മറ്റേ വീട് ചെയ്യണോണ്ട് എന്റെ അടുത്ത് നോക്ക്. ഇത് പിങ്ക് അല്ല, എന്റെ ഷെയ്ഡ് എത്ര വ്യത്യാസമുണ്ട്. ഇത് റെഡ് ആണ്. എന്താ റിട്ടും കൊടുക്കുക എടുത്ത് വെച്ചതാണേ. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ആദ്യം ഞാൻ ഇവിടുന്ന് മനസ്സിലേക്ക് പോയപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെ എന്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഒരു 3 മണിക്കായിട്ടോ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകണ്ടേ. പിന്നെ അതല്ല പിന്നെ എനിക്കൊരു എന്തെങ്കിലും ഒരു കിട്ടി. ഇങ്ങനെ ചെയ്യുക, ഒരു പ്ലാൻ ചെയ്യുക, ഒരു പ്രാങ്ക് ചെയ്താലോ. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്. അപ്പം ഞാൻ കേരളം കയറിയപ്പോൾ തന്നെ നോക്കി വിളിച്ചത് ഞാൻ വരുന്നുണ്ട് മാറ്റി നിൽക്കുക പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞു. എന്നിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ തിന്നത്. അങ്ങനെ തിന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ അവിടെ വരുമ്പോൾ മാറ്റി നിൽക്കുമല്ലോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ പാർസൽ വാങ്ങി വന്നത്. പാർസൽ വാങ്ങിയപ്പോൾ ഒരു 10 രൂപയും കൂടി പോയിട്ട് കൈസ്. അപ്പം എന്നാലും അവള് എൻ്റെ പ്രാങ്ക് സക്സസ് ആയി. പിന്നെ വരുന്നുണ്ടോ മാറ്റിന്നോന്നൊക്കെ പറയുമ്പോൾ മാറ്റി. എന്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് തിന്നു കേട്ടോ. പുറത്ത് പോയാൽ വിചാരിച്ചിട്ട് പോയപ്പോൾ മാറ്റിക്കാണ്ട് പോയി. പക്ഷെ അതേപോലെ പാർസൽ കൊണ്ടുകൊണ്ട് വീട്ടിൽ. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, അത് എനിക്കറിയില്ലേനു. പക്ഷെ ഒന്നും പിന്നെ ഇത് ഞാൻ തന്ന പ്രാങ്ക് ആണല്ലോ. ഞാനിങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പുറത്ത് പോയിട്ട് തന്നെ ആയിരിക്കില്ല. ഞാനും അവളൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് പാർസൽ വാങ്ങില്ല. പക്ഷെ ഇതൊക്കെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനും പറ്റൂലായിരുന്നു കേട്ടോ.